അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 15 ആൺമക്കളിൽ 10 പേരെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പരിചയപ്പെടുത്തി. 11ാമത്തെ മകൻ യഹിയ, 12ാമത്തെ മകൻ ഔന്. 2 പേരും ബിന്ദു അമീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദിയുടെ മക്കളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണ്. ഇതിൽ യഹിയ എന്നവർക്ക് സന്തതികളില്ല. ഈ 2 മക്കൾക്ക് ശേഷം പിന്നീട് ഉമറുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മകനെയാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇനിയുള്ള 2 മക്കൾ മുഹമ്മദുൽ ഔസത്ത്, മുഹമ്മദുൽ അസ്ഗർ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു മകനെ. 3 മുഹമ്മദുമാർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിലുണ്ട്. അതുകൊണ്ട് മൂത്ത മുഹമ്മദിന് മുഹമ്മദുൽ അക്ബർ എന്നും ഇളയ മുഹമ്മദിന് മുഹമ്മദുൽ അസ്ഗർ എന്നും ഇടയിൽ വന്ന മുഹമ്മദിന് മുഹമ്മദുൽ ഔസത്ത് എന്നും തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ പേര് ഇട്ടതായിരിക്കും. 3 മുഹമ്മദുമാരുണ്ട്. അതിൽ മുഹമ്മദുൽ ഔസത്ത് അവരുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകളാകുന്ന ഉമാമ ബീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈനബ എന്ന് പറയുന്ന മകളെ കല്യാണം കഴിച്ചത് നമുക്കൊക്കെ അറിയാം, അബുൽ ആസാണ്. ആ സൈനബ ബീവിയുടെ സന്താനമാണ്, അബുൽ ആസിൻ്റെ മകളാണ് ബഹുമാനപ്പെട്ട ഉമാമ ബീവി. ഇവരെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശേഷം കല്യാണം കഴിച്ചു. അതിലൂടെ ഉണ്ടായ സന്തതിയാണ് മുഹമ്മദുൽ ഔസത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നവർ. പിന്നീട് അവസാനമായി മുഹമ്മദുൽ അസ്ഗർ, ചെറിയ മുഹമ്മദ്, അവരുടെ ഉമ്മ ഒരു അടിമപ്പെണ്ണാണ്. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ കർബല സംഭവത്തിൽ രക്തസാക്ഷിയായവരാണ് എന്നാണ് പറയുന്നത്. ഈ 15 ആൺമക്കളെ ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിനപ്പുറം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ആൺമക്കൾ ഉണ്ടെന്നും ഈ പറയപ്പെട്ട 15-ൽ തന്നെ ചില പേരുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഏറെക്കുറെ അവലംബമാക്കിയിട്ടുള്ളത് മഹാനായ അബ്ദുറഹ്മാൻ മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ.